ഹലോ ഹായ് ഗായ്സ്. ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഫാമിലി ആയിട്ട് ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഡാം എന്നറിയപ്പെടുന്ന ഭൂതത്താൻകെട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് 1 ഡേ ട്രിപ്പായിട്ട് വരാനും തിരിച്ചത് പോകാനും പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലവും പിന്നെ പിള്ളേർക്ക് കുട്ടികൾക്ക് പറ്റിയ നല്ല പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് എങ്ങനെയാണെന്നൊന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പം നിങ്ങളും കണ്ടോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. പാസ് എടുത്ത് നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഡാമിലേക്കുള്ള എൻട്രി വരുന്നത്. ഇതൊന്ന് കണ്ടു നോക്കിയേ, ഡാമിന്റെ ഒരു വ്യൂ നോക്കിയേ. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലായിട്ടാണ് ഈ ഒരു ഭൂതത്താൻകെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പേര് വരാൻ തന്നെ ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡാമിന്റെ 2 ഷട്ടർ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അവധി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പെരിയാർ അണക്കെട്ട് എന്നൊരു മറ്റൊരു പേരും ഈ ഒരു ഡാമിനുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ഈ നദി ആയതിനാലും ഒരു കാലത്തും വറ്റാത്തതിനാലും കേരളത്തിന്റെ ജീവരേഖ എന്ന അപരനാമത്തിൽ കൂടി പെരിയാർ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു അടഞ്ഞു കിടക്കുന്ന ഷട്ടറാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഷട്ടർ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വെള്ളം നല്ല ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ 2 ഷട്ടർ തുറന്നിട്ടുണ്ട്. അതിൽ ഒരു ഷട്ടർ തുറന്ന ഭാഗം നമുക്കൊന്ന് കാണാം. ഈ ഒരു ഷട്ടറിന്റെ സൈഡിലായിട്ട് മാർക്ക് ചെയ്തേക്കുന്ന കണ്ടാൽ മനസ്സിലാവും. 2018 ഫ്ലഡ് സമയത്ത് ഈ ഒരു പാലത്തിന്റെ അത്രയും ഹൈറ്റിൽ തന്നെ ഇവിടെ വെള്ളത്തിന്റെ ലെവൽ ഉണ്ടായിരുന്നു. ഡാമിന്റെ നടപ്പാതയിൽ നോക്കിയപ്പോൾ ചെറിയൊരു ഓട്ട, അതുവഴി താഴേക്ക് നോക്കുമ്പോൾ തുറന്ന ഷട്ടറിലൂടെ പോകുന്ന വെള്ളം കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അപ്പോൾ കാലത്തെ തന്നെ ഒരാൾ വന്ന് മീൻ പിടിക്കുകയാണ്. നിരവധി പേരാണ് പലയിടങ്ങളിൽ നിന്നും ഇവിടേക്ക് ഫിഷിങ്ങിനായി വരുന്നത്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിലുപരി നല്ലൊരു ഫിഷിംഗ് സ്പോട്ട് കൂടിയാണിത്. ഭൂതത്താൻകെട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന പാലം. ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഫിഷിംഗ് സ്പോട്ട് കൂടിയാണത്. ഡാമിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. വെള്ളവും മലകളും പച്ചപ്പും ഫിഷിംഗ് കാഴ്ചകളും പിന്നെ ആ ദൂരെയുള്ള വെള്ളച്ചാട്ടവും എല്ലാം കൂടി ചേർന്നപ്പോൾ ശരിക്കും ഒരു പെർഫെക്റ്റ് ഫാമിലി ഡേ ഔട്ട് പോലെ തോന്നി. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ ഇതിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി. കൊച്ചിക്കടുത്ത് തന്നെ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കൽ തീർച്ചയായും വരണം. ഷട്ടറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഈ ഒരു കാഴ്ച ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. നോക്കുമ്പോഴത്തേക്ക് തല ഇറങ്ങുന്നു. ഷട്ടറിന്റെ ഒരു വശത്തുകൂടി നോക്കുമ്പോൾ വിശാലമായ ജലാശയവും മറുവശത്ത് ഒഴുകിയിറങ്ങുന്ന വെള്ളവും കാണാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളത്തിന്റെ ശബ്ദവും തണുത്ത കാറ്റും പ്രകൃതിയുടെ ഭംഗിയും കൂടി ആസ്വദിക്കാൻ കഴിയും. ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൽ ഈ ഒരു ഷട്ടറുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. മഴക്കാല സമയത്ത് ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്ന സമയം ആവശ്യാനുസരണം ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടും. ഷട്ടറുകൾ തുറന്നിരിക്കുന്ന സമയത്ത് വെള്ളം താഴേക്ക് പതിച്ചൊഴുകുന്ന കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കൂ, ഈ ഷട്ടറിനെ ഇത്രയും വെള്ളത്തിന്റെ ഫോഴ്സ് ഇങ്ങോട്ട് വന്ന് ഈ ഷട്ടറിൽ പിടിച്ചു നിൽക്കുക. ഈ ഷട്ടറിനെ ഇത്രയും ഭാരത്തിലുള്ള നിൽക്കുന്ന വെയിറ്റിൽ ടെമ്പറിൽ നിൽക്കുന്ന ഈ ഷട്ടറിനെ എങ്ങനെയാണ് പൊക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മോട്ടോർ വെച്ചിട്ട് വെറുതെ ഇതിനെ പൊക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ ചെയിൻ ഉണ്ട്, ഈ ചെയിൻ നേരെ ഈ വെയിറ്റുള്ള ഈ ബ്ലോക്കുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിന്റെ വെയിറ്റിനെ ജസ്റ്റ് ചെയിൻ അവിടെ നിന്ന് ഒരു മോട്ടോർ ഉപയോഗിച്ച് കറക്കുമ്പോഴത്തേക്ക് ഈ ചെയിൻ അതുവഴി ടക്ക് ടക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനുള്ള വെയിറ്റ് താഴോട്ട് വരുന്നു. ഈ വെയിറ്റ് താഴോട്ട് വരുന്നതിനനുസരിച്ച് തന്നെ ഈ താഴെയുള്ള ഷട്ടർ മുകളിലേക്ക് പതിയെ പൊങ്ങി വരുന്നത്. അപ്പോഴത്തേക്കാണ് ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന വെള്ളം താഴേക്ക് ഒഴുകി. അപ്പോൾ ഇത്രയും വലിയ വെയിറ്റുള്ള സാധനം അപ്പുറത്തെ ഷട്ടറിൽ നിന്ന് വെയിറ്റുള്ള സാധനം ഒന്ന് താഴെ വീണ് അതിന്റെ കോൺക്രീറ്റ് ഒക്കെ പൊളിഞ്ഞ് അപ്പുറത്തെ ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഷട്ടർ ഇനി നമുക്ക് ഉയർത്താൻ കഴിയില്ല. അത് ഇനി മെയിൻറ്റെയിൻ ചെയ്താലേ ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ഇതിങ്ങനെ ഓരോന്ന് താന്ന് പയ്യെ വരുമ്പോഴത്തേക്കാണ് ഈ ഷട്ടർ പതിയെ പൊങ്ങി വരുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പൊ നമ്മുടെ ഈ ഡാമിൽ വന്നു കഴിഞ്ഞാൽ വെറും ഡാമിന്റെ കാഴ്ചകൾ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പുറകു സൈഡിലായിട്ട് നമുക്ക് കാണാൻ നല്ലൊരു മലനിരകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
പിന്നെ താഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്ന് രണ്ട് സൈഡിലുമായിട്ട് നിന്ന് മീൻ പിടിക്കുന്നതുണ്ട്. പിന്നെ ഒരുപാട് കൂട്ടുകാരെല്ലാവരുമായിട്ട് വന്ന് കാര്യം പറഞ്ഞിരിക്കുന്നവരെ കാണാം. പിന്നെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് ഒരു പാലമുണ്ട്. പാലത്തിൽ കൂടെ നമുക്ക് ബസ് സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെയായിട്ട് നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ചുറ്റും നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോലി തിരക്കിനിടയിലൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും ആരുടെ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. കുഞ്ഞുകുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം ഇതിൻ്റെ സൈഡ് വാളെല്ലാം അത്രയും സേഫ്റ്റിയോട് കൂടെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതൊരു പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. കാരണം അവർക്ക് ഓടിക്കളിക്കാനും ഇതേപോലെ കാഴ്ചകൾ കണ്ട് നടക്കാനും ഒക്കെ വിശാലമായ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ വെള്ളത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് ഇവിടെ ബോട്ടിംഗ് സർവീസ് നടത്താറുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് കാണാനായിട്ട് ഈ ഡാമിന്റെ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണാനായിട്ടുള്ളൂ. പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പാർക്കുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടുപോക്കാം. അപ്പോൾ ഡാമിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോയി. ചുറ്റും നിറയെ മരങ്ങളും പച്ചപ്പും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സമയം ഇരിക്കാനും നടക്കാനൊക്കെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഡാമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായി വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനും പാരൻസിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒരേപോലെ പറ്റുന്ന ഒരു സ്ഥലമാണിത്. മാത്രമല്ല പാർക്കിനുള്ളിൽ കുട്ടികൾ കളിക്കാനുള്ള പലതരം പ്ലേ എക്യുപ്മെന്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് അവിടെ കളിക്കാനും ഓടി നടക്കാനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും. കുട്ടികളൊക്കെ കളിക്കുമ്പോൾ പാരൻസിന് അവരെ നോക്കിയിരിക്കാനും അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ഗ്രീനറിയും ഡാമിന്റെ ഒരു വ്യൂവും എൻജോയ് ചെയ്യാൻ സാധിക്കും. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് അവരുടെ കുട്ടികളുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുള്ള ഫാമിലീസിന് ഒരു ചെറിയ ഔട്ടിംഗായി വരാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്ലേസ്. പാർക്കിൽ എത്തിയതോടുകൂടി കുട്ടികൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കളിക്കാനുള്ള ഓരോ സ്ഥലവും കണ്ടപ്പോൾ തന്നെ കുട്ടികൾ ഓടി പോവുമായിരുന്നു. പിന്നെ കുറേ നേരത്തേക്ക് അവരുടെ ലോകം അവിടെ തന്നെയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പിള്ളേരുടെ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ പിള്ളേരൊക്കെ എത്ര യാത്ര ചെയ്ത് വന്നാലും അവർ പെട്ടെന്ന് ക്ഷീണിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് യാത്രയിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാവാം ബാക്കി കാഴ്ചകൾ. സ്ലൈഡിലും സിങ്ങിലും ഒക്കെ കയറി കളിച്ചും ഓടി നടന്നും അവർ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും കയറിയിരിക്കാൻ തോന്നുമല്ലേ. പ്രായത്തിലുള്ളവർക്കും കൂടെ ഒരു പാർക്ക് വേണമല്ലേ. അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടല്ലോ അതിന് വേണ്ടി. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നത് അല്ലേ. പക്ഷെ ശരിക്കും നമുക്ക് പറ്റിയ ഒരു പാർക്കും കൂടെ ശരിക്കും വേണ്ടതാണത്. എന്നിട്ട് കിഡ്സ് മാത്രമല്ല എല്ലാത്തിലും കയറാറുള്ളൂ. അതൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ളത് മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. കഴിഞ്ഞ ഹാപ്പി ലാൻഡിൽ പോയതിന്റെ വേദന തീർന്നിട്ടില്ല. മാളു പോയി. പൊന്നു അപ്പൊ നമ്മുടെ പാർക്കിനോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആദ്യം ഒരു ചെറിയൊരു പോണ്ട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇപ്പൊ മെയിൻ്റെനൻസ് ഒക്കെ ഇല്ലാതെ ഇപ്പം വെള്ളമൊന്നും ഇല്ലാതെ വെറുതെ കിടക്കുകയാണ്. ഇതാണ് പാർക്കിൽ നിന്നുള്ള ഡാമിൻ്റെ വ്യൂ വരുന്നത്. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് പേര് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഈ ഒരു സ്ഥലത്തിൻ്റെ പിന്നിൽ ഒരു രസകരമായ ഒരു കഥ കൂടിയുണ്ട്. ഭൂതത്താൻകെട്ട് എന്ന പേര് വന്നത് തന്നെ ഭൂതങ്ങൾ പെരിയാർ നദിക്ക് കുറുകെ വലിയ കല്ലുകൾ അടുക്കി ഒരു കെട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇവിടുത്തെ ഒരു പഴയ ഐതിഹ്യം. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നദി തടഞ്ഞ് വെള്ളം കയറ്റി താഴെയുള്ള തൃക്കാരിയൂർ ക്ഷേത്രം വെള്ളത്തിനടിയിലാക്കുക എന്നതായിരുന്നു അത്രേ. പക്ഷെ ഈ കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ ശിവൻ ഒരു തന്ത്രം ഉപയോഗിച്ചു എന്നാണ് കഥ. നേരം പുലരാറായെന്ന് ഭൂതങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് കോഴി കൂവുന്ന ശബ്ദം കേൾപ്പിച്ചു.
പുലർച്ചെ ആയാൽ തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്ന ഭൂതങ്ങൾ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ് ഐതിഹ്യം. അങ്ങനെ അവർ പൂർണ്ണമായി കെട്ടിപ്പിടുക്കാത്ത ആ ഒരു ഉപേക്ഷിച്ച വലിയ കല്ലുകൾ ഇന്നും പഴയ ഭൂതത്താൻകെട്ട് ഭാഗത്ത് കാണാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഭൂതത്താൻകെട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നല്ലൊരു പാർക്കാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാനും കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റി നല്ലൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ചെറുതായിട്ട് ഒരു മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രാ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫാമിലി ട്രാവൽ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.